രേണുക കൂടിയുണ്ട്. എം ജി രേണുക കൃത്യമായി ശശി തരൂരിന്റെ കൂടെ രാവിലെ മുതലുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേണുക പങ്കുവെക്കും. രേണുക, ഇപ്പോൾ പന്ന്യൻ പറയുകയായിരുന്നു, സർക്കാർ ഈ പറഞ്ഞതുപോലെ തീരദേശ മേഖലയെ അവഗണിച്ചിട്ടില്ല, അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എതിരാളികൾ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും തീരദേശവാസികളുടെ വോട്ട് BJPക്ക് ഉണ്ടാവില്ല. അതിനുള്ള ശ്രമങ്ങൾ കാര്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ മേഖലയിൽ നമുക്കറിയാം തരൂരിനെയൊക്കെ അവസാന ഘട്ടത്തിൽ 2014 19 2014 ചെറിയ ഭൂരിപക്ഷം തീരമേഖലയുടെ സംഭാവനയായിരുന്നു. വോട്ടിങ്ങിന്റെ അവസാന പോളിംഗിന്റെ ഈ വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടം നമ്മൾ കണ്ടതാണ്. 2019 ഒരുപാട് തരൂരിനെ കൈയച്ച് സഹായിച്ചു തീരമേഖല. ഇത്തവണ ആ പിന്തുണ പൂർണ്ണമായും തരൂർ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അത് മാത്രമല്ല, പൂർണ്ണ വിജയപ്രതീക്ഷയാണ് തരൂരിനുള്ളത്. 3 തവണ ഈ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്തു. താൻ രാജ്യസഭ വഴി വന്ന ആളല്ല, ജനങ്ങളുടെ അംഗീകാരം നേടി സഭയിലെത്തിയ ആളാണ്. അതേ അംഗീകാരം ജനങ്ങൾ ഇപ്പോഴും തരും എന്ന ഉറച്ച വിശ്വാസമാണ് ശശി തരൂരിനുള്ളത്. വിജയത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. സംസ്ഥാനത്ത് LDFും UDFും തമ്മിലാണ് പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഈ മണ്ഡലത്തിലെ സാഹചര്യം എന്ത് എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അത് NDAയുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഇവിടെ 2ാം സ്ഥാനത്ത് BJP ആണല്ലോ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പക്ഷേ ത്രികോണ മത്സരമാണ്, ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ മണ്ഡലത്തിലെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ വിജയം സുനിശ്ചിതമാണ് എന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ താൻ വിശ്വപൌരനാണ് എന്ന് പറയുന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ നേരിടാനാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ താൻ സാധാരണക്കാരനാണ് എന്നതാണ് ശശി തരൂർ പറയുന്നത്. ഇവിടെ ആ ഒരു കാര്യം വളരെയധികം ഇത്തവണത്തെ റിസൾട്ടിൽ ഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലമാണ് തിരുവനന്തപുരം. എങ്കിൽ പോലും വളരെ നിർണായകമാകുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഈ സാധാരണക്കാരുടെ വോട്ടുകൾ വളരെ നിർണായകമാകുന്ന ചില സാഹചര്യങ്ങളുമുണ്ട്. 73% അർബൻ മേഖലയും 27% വരുന്ന സാധാരണക്കാരെ തീരമേഖലയും ഒക്കെ ഉൾപ്പെടുന്ന മേഖലയാണ്. കൃത്യമായും തരൂരിന് കിട്ടുന്ന വോട്ടുകൾ വിഘടിക്കപ്പെടുകയാണ് എങ്കിൽ നമുക്ക് 2014 O രാജഗോപാലിൽ നിന്ന് തരൂർ നേരിട്ടതുപോലെയുള്ള ശക്തമായ ഒരു മത്സരം പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാർ ആർക്കൊപ്പം നിൽക്കുന്നു, തീരമേഖലയിലുള്ളവർ ആർക്കൊപ്പം നിൽക്കുന്നു എന്നതൊക്കെ വളരെ നിർണായകമായി വരും. അവിടെ സാധാരണക്കാർക്കൊപ്പം ജീവിക്കുന്ന പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് നേരിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുണ്ട് എന്നത് പറയാം. പക്ഷേ അവിടെയാണ് തരൂരിന്റെ ഈ വാക്കുകൾ, ഇന്ന് നമ്മളോട് പറഞ്ഞ ഈ വാക്കുകൾ പ്രസക്തമാകുന്നത്. താൻ വെറും സാധാരണക്കാരനാണ്, സ്കോളർഷിപ്പിൽ വിദേശത്ത് പോയി പഠിച്ചു എന്നേ ഉള്ളൂ, പഠിക്കാൻ പോകുന്ന സമയത്ത് കാശില്ലായിരുന്നു, അതിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ തരൂർ നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ സാധാരണക്കാരനാണ് താൻ എന്ന് പറയുന്നു. ഇതുവരെ തനിക്കൊപ്പം നിന്നത് ജനങ്ങളാണ് എന്ന് പറയുന്നു. ജനങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 15 വർഷം ഇവിടുത്തെ MP എന്ത് ചെയ്തു എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിന് താൻ എന്തൊക്കെ ചെയ്തു എന്നത് രേഖയായി തന്നെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എഴുത്തും വായനയും അറിയുന്ന സ്ഥാനാർത്ഥികൾ അത് വായിക്കണം എന്നതാണ് തരൂരിന്റെ മറുപക്ഷം. തീർച്ചയായും അതിനപ്പുറം രേണുക, ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ തവണ 2 തവണ തരൂര് കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ തരൂരിനെ വിശ്വപൗരൻ എന്ന തലത്തിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ടെക്നോക്രാറ്റുകളായ തിരുവനന്തപുരത്തെ ടെക്കികളായ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തിന്റെ ഈ പറഞ്ഞ പോലെയുള്ള ടെക്നോ പാർക്ക് പോലെയുള്ള IT ഹബ്ബുകളിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് പിടിച്ചത്. അത് വലിയ തോതിൽ വിജയം കണ്ടെത്തി. തരൂരിനെ തോൽപ്പിക്കാൻ ആര് എന്ന് ചോദ്യം ഉയർത്തിയിരുന്നു. അതിന് BJP നൽകിയിരിക്കുന്ന മറുപടിയാണ് അതേ കാറ്റഗറിയിലുള്ള രാജീവ് ചന്ദ്രശേഖർ. ഇന്നലെ നമുക്കറിയാം BJPയിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി BJPയിലെ കുറെ അധികം നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേർന്നു. ഏറ്റവും ഒടുവിൽ കരുണാകരന്റെ വിശ്വസ്തനായിരുന്ന തിരുവനന്തപുരത്തെ കൗൺസിലറായിരുന്ന ആൾ പോലും ഇന്നലെ ചേർന്ന് നമ്മൾ കണ്ടു. അതിനു മുൻപ് ചില ആളുകളെ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്പറേഷൻ താമര കാര്യമായി തിരുവനന്തപുരത്ത് പയറ്റുന്നുണ്ട് BJP. അത് ഏതെങ്കിലും തരത്തിൽ നേതാക്കൾക്കപ്പുറം പ്രവർത്തകരെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ കോൺഗ്രസ് പാർട്ടിയും തരൂരും? രഞ്ജിത്ത്, രാജീവ് ചന്ദ്രശേഖരൻ വന്നാൽ തിരുവനന്തപുരത്ത് എന്ത് എന്ന ചോദ്യം വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ ശശി തരൂർ അതിന് നൽകിയ മറുപടിയാണ് ഏറ്റവും പ്രധാനം. സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചാലും താൻ തന്നെ ജയിക്കും എന്നതായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് തന്നെ ശശി തരൂർ പറഞ്ഞത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നത് വലിയ ഒരു എതിരാളി അല്ല എന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇത്തവണ മത്സരം കേന്ദ്രമന്ത്രിയായി അദ്ദേഹം മത്സരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ മത്സരിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് ശശി തരൂർ പറയുകയാണ്. കാരണം BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല.
അവിടെ NDM സംവിധാനമാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്രമന്ത്രി ആകില്ല രാജീവ് ചന്ദ്രശേഖർ എന്നതാണ്. അപ്പോൾ രാജ്യത്തിന്റെ സാഹചര്യം തന്നെ പൊതുവെ തങ്ങൾക്ക് അനുകൂലമാണ് എന്നതാണ് ശശി തരൂർ പറയുന്നത്. BJP ഭരണത്തിനെതിരായ വികാരമുണ്ട്, അത് വോട്ടാകുമെന്ന് പറയുന്നു. ഇവിടെ പോയത് മറ്റു പാർട്ടികളിലേക്ക് പോയത് വ്യക്തികൾ മാത്രമാണ്, അത് താഴെത്തട്ടിൽ യാതൊരു ചലനവും സൃഷ്ടിക്കില്ല എന്നതാണ്. BJPയിലേക്ക് പോയവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി, അദ്ദേഹത്തിന്റെ നിലപാട് അതാണ്. അത് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ വോട്ടുകളെ ബാധിക്കില്ല എന്നതാണ്. ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവത്തിന് ലഭിക്കുന്ന വോട്ടാണ് കഴിഞ്ഞ 3 തവണ അദ്ദേഹത്തിന് ഹാട്രിക് തികയ്ക്കാൻ, ഈ മണ്ഡലത്തിൽ ഹാട്രിക് തികയ്ക്കാൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചത്. അത് കോൺഗ്രസ് പാർട്ടിക്ക് എന്നതിനപ്പുറം ശശി തരൂർ എന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വോട്ടാണ്. നമുക്കറിയാം, കേരളത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം മണ്ഡലത്തെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ സ്ഥിരതാമസം ആക്കിയ ഇടമാണ്, നഗര കേന്ദ്രീകൃതമായ ഇടമാണ്. അവർക്ക് പറ്റുന്ന ഏറ്റവും അനുയോജ്യം, പുറത്തുനിന്നെത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും അവർക്ക് അനുയോജ്യരെന്ന് കണ്ടാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ് തിരുവനന്തപുരത്തുകാർ. നമുക്കറിയാം, ഇതിനു മുൻപുള്ള സ്ഥാനാർത്ഥി PKV മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ആ രീതിയിൽ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അവിടെ പന്ന്യൻ രവീന്ദ്രനിൽ നിന്നാണ് ശശി തരൂരിലേക്ക് MP സ്ഥാനം എത്തുന്നത്. അദ്ദേഹം 3 തവണ തുടർച്ചയായി നേരിടുന്നു. കഴിഞ്ഞ ആദ്യത്തെ ബെന്നറ്റ് എബ്രഹാമാണ്, വലിയ ഭൂരിപക്ഷത്തിലാണ്, 1 ലക്ഷത്തിൽ ഏതാണ്ട് 12 വോട്ടിന് മാത്രം കുറവാണ് തരൂരുണ്ടായിരുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ O രാജഗോപാലുമായിട്ടുള്ള മത്സരം വളരെ ടഫായിരുന്നു. അന്നാണ് ശശി തരൂർ അല്പമെങ്കിലും വിയർത്തത് എന്ന് പറയാം. എങ്കിൽ പോലും അദ്ദേഹം വിജയിച്ചു കയറുന്നത് കണ്ടു. കഴിഞ്ഞ തവണ ഈ 2014 എത്തുമ്പോൾ കുമ്മനം രാജശേഖരനാണ് സ്ഥാനാർത്ഥിയായി എത്തിയത്. അപ്പോഴും ശശി തരൂർ ഏതാണ്ട് 1 ലക്ഷത്തിന് പുറത്തായിരുന്നു. പിന്നീട് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ 1 ലക്ഷത്തിൽ താഴെ ഉള്ള. തീർച്ചയായും അങ്ങനെ ആവേശകരമായ കഴിഞ്ഞ കുറെ നാളുകളായെങ്കിലും ഒരു ത്രികോണ പോരാട്ടം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായെങ്കിലും ഒരു ത്രികോണ പോരാട്ടം അവിടെ BJP കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം